ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 26-ാം വാക്യം വായിക്കാം. അക്കാലത്ത് യോശുവ ശപഥം ചെയ്തു, ഈ യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവൻ. അവൻ അതിന്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവന്റെ മൂത്ത മകൻ നഷ്ടമാകും, അതിന്റെ കതക് തൊടുക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകും എന്ന് പറഞ്ഞു. ദൈവം ഒരു വ്യക്തമായ അരുളപ്പാട് യോശുവയ്ക്ക് നൽകി. യോശുവ ശപഥം ചെയ്തു, യോശുവ പ്രതിജ്ഞയെടുത്തു. എന്താണ് യോശുവയുടെ ശപഥം? ആ കാലത്ത് യോശുവ ശപഥം ചെയ്തു, ഈ യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവൻ. ഈ യെരിഹോ പട്ടണത്തെ ഇനിയും പുനർനിർമ്മിക്കുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകും. ഈ യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുൻപാകെ ശപിക്കപ്പെട്ടവൻ. അവൻ അതിൻ്റെ അടിസ്ഥാനമിടുമ്പോൾ അവൻ്റെ മൂത്ത മകൻ നഷ്ടമാകും, അതിൻ്റെ കതക് തൊടുക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതിന് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഒരു സംഭവം നടന്നു. അത് രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 16-ാം അധ്യായം 34-ാം വാക്യത്തിൽ കാണാം. അവന്റെ കാലത്ത് ബേഥേലിനായ ഹിയേൽ യെരിഹോ പണിതു. യഹോവ നൂന്റെ മകനായ യോശുവ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം അതിൻ്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് അബീറാം എന്ന മൂത്ത മകനും അതിൻ്റെ പടിവാതിൽ വച്ചപ്പോൾ ശെഗൂബ് എന്ന ഇളയ മകനും നഷ്ടം വന്നു. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യമാണെന്ന് വായിച്ചത്. അവൻ്റെ കാലത്ത് ബേഥേല്യനായ ഹീയേൽ യെരിഹോ പണിതു. വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം യോശുവ മുഖാന്തരം ഒരു വചനം കൊടുത്തിരുന്നു. ഈ നഗരത്തിന് ഇനിയും പുനർനിർമ്മാണം നടന്നാൽ വീണ്ടും ഈ നഗരം പണിയുവാൻ തുടങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാകും. ഒരിക്കൽ കത്തിച്ച് കളഞ്ഞത് വീണ്ടും എടുത്താൽ ശപിക്കപ്പെട്ടവനാകും. ഒരിക്കൽ ഉപേക്ഷിച്ച് കളഞ്ഞത് വീണ്ടും പണിതാൽ ശപിക്കപ്പെട്ടവനാകും. ഒരിക്കൽ തിരസ്കരിച്ച് കളഞ്ഞത്, ഒരിക്കൽ വേണ്ട എന്ന് വെച്ചത്, ഒരിക്കൽ നശിപ്പിച്ച് കളഞ്ഞത് പിന്നെയും വീണ്ടും പണിയാൻ തുടങ്ങിയാൽ ശാപം വരും. ദൈവം അന്ന് യോശുവ മുഖാന്തരം അരുളി ചെയ്തതാണ്. തന്നെയുമല്ല, വ്യക്തമായിട്ടാണ് പറഞ്ഞത്, ഈ യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവൻ. അവൻ അതിൻ്റെ അടിസ്ഥാനമിടുമ്പോൾ അവൻ്റെ മൂത്ത മകൻ നഷ്ടമാകും, അതിൻ്റെ കതക് തൊടുക്കുമ്പോൾ ഇളയ മകന് നഷ്ടമാകും എന്ന് പറഞ്ഞു. കൃത്യമായ ഒരു പ്രവചനം, കൃത്യമായൊരു അരുളപ്പാട് ദൈവം കൊടുത്തിരുന്നതായിരുന്നു. എന്നാൽ അത് നൂറ്റാണ്ടുകൾക്ക് ശേഷം നിറവേറുകയാണ്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 16-ാം അധ്യായം 34-ാം വാക്യം. അവൻ്റെ കാലത്ത് ബേഥേല്യനായ ഹീയേൽ യെരിഹോ പണിതു. യഹോവ നൂൻ്റെ മകനായ യോശുവ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം അതിൻ്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് അബീറാം എന്ന മൂത്ത മകനും അതിൻ്റെ പടിവാതിൽ വെച്ചപ്പോൾ ശെഗൂബു എന്ന ഇളയ മകനും നഷ്ടം വന്നു. കൃത്യമായി നിറവേറി. ഒരിക്കൽ നശിപ്പിച്ച് കളഞ്ഞത് തിരികെടുക്കരുത്. ഒരിക്കൽ നശിപ്പിച്ച് കളഞ്ഞത് പുനർനിർമ്മിക്കരുത്. ഒരിക്കൽ വേണ്ട എന്ന് വെച്ചത് തിരികെടുക്കരുത്. സ്നേഹിത, നീ മദ്യപാനം ഉപേക്ഷിച്ചുവോ? നീ ചില കാലങ്ങൾ ഉപേക്ഷിച്ച് നിന്നുവോ? വീണ്ടും പുനർനിർമ്മിക്കാൻ പോകരുത്. ഇനിയും നീ മദ്യം തുടരുത്, മദ്യം രുചിക്കരുത്. നിൻ്റെ ജീവിതത്തിൽ നീ ചിലതെല്ലാം പാപങ്ങൾ വേണ്ട എന്ന് വെച്ച് പാപത്തെ ഉപേക്ഷിച്ച് കളഞ്ഞു. പാപം വേണ്ട എന്ന് വെച്ച് ചില തീരുമാനങ്ങൾ എടുത്തു. ശക്തമായ തീരുമാനമാണ് നീ എടുത്തത്. ദൈവത്തിൻ്റെ വചനപ്രകാരം തന്നെ, ദൈവത്തിൻ്റെ കൃപയിൽ തന്നെ ചില തീരുമാനങ്ങൾ എടുത്തു. പക്ഷേ പിന്നെയും നീ അതെടുത്ത് പണിയാൻ തുടങ്ങിയാൽ, പിന്നെയും നീ ആ പാപം ആവർത്തിച്ചാൽ നാശം വരും, ശിക്ഷ വരും. കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. തിരുവചനം പറയുന്നു, എന്ത് പറയുന്നു? നമുക്ക് വായിക്കാം. പഴയ നിയമത്തിലും കാണാം, പുതിയ നിയമത്തിലും കാണാം. പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം 4:24 വായിക്കാം. പുതിയ നിയമത്തിൽ എബ്രായർ 12:29 വായിക്കാം. ആവർത്തനം 4:24. നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, തീക്ഷ്ണതയുള്ള ദൈവം തന്നെ. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, തീക്ഷ്ണതയുള്ള ദൈവമാണ്. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഈസ് എ ജലസ് ഗോഡ്. ദൈവം തീക്ഷ്ണതയുള്ള ദൈവമാണ്, ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. കൺസ്യൂമിങ് ഫയർ ആൻഡ് ജലസ് ഗോഡ്.
ദൈവത്തിന് സ്തോത്രം. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, തീഷ്ണതയുള്ള ദൈവമാണ്. വളരെ ശ്രദ്ധിക്കൂ, ഗൗരവമായിട്ടെടുക്കൂ. ദൈവത്തെ നാം പരിഹസിക്കരുത്, ദൈവത്തെ നാം കബളിപ്പിക്കാൻ നോക്കരുത്, ദൈവത്തെ പരീക്ഷിക്കരുത്, ദൈവക്ഷമയെ പരീക്ഷിക്കരുത്, ദൈവത്തിന് ദീർഘക്ഷമയെ പരീക്ഷിക്കരുത്. അവസരങ്ങൾ നിനക്ക് തന്നു സ്നേഹിതരെ, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അവസരങ്ങൾ തന്നു, അനുദവിക്കാൻ സമയങ്ങൾ തന്നു, നിങ്ങൾ അനുദവിച്ചു. നിങ്ങൾ ചില പാപങ്ങൾ വിട്ടുകളഞ്ഞു, വ്യക്തമായ തീരുമാനങ്ങൾ എടുത്തു. പക്ഷേ പിന്നെയും എടുത്തുവോ? പിന്നെയും അത് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുവോ? വീണ്ടും ജീവിതത്തിലേക്ക് നിങ്ങൾ ഒട്ടും മടി കൂടാതെ ആ പാപങ്ങൾ കടന്നു വരാൻ അനുവദിച്ചുവോ? ശിക്ഷാർഹമാണ്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. എബ്രായ ലേഖനം പറയും, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനം 12-29 വാക്യം വായിക്കൂ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. വ്യക്തമായിട്ടാണ് പറയുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഖണ്ഡികയോട് ചേർന്നുള്ള ഖണ്ഡികയിൽ, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം വായിക്കാം. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ. എതിരാളികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും പാപം വേണ്ട എന്ന് വെച്ച് ഉപേക്ഷിച്ചതാണ്. പക്ഷെ പിന്നെയും പാപം ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നു? കർത്താവായ യേശു ക്രിസ്തുവിനെ ചവിട്ടിക്കളയുകയാണ്. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും തന്നെ വിശുദ്ധീകരിച്ച ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്തെ മലിനപ്പെടുത്തി, ക്രിസ്തുവിൻ്റെ നിയമരക്തത്തെ മലിനപ്പെടുത്തുകയും മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ, നമ്മെ വീണ്ടെടുത്ത കരുണയുടെയും കൃപയുടെയും പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ, പാപം വീണ്ടും എടുത്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിൻ. എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. ഗൗരവമേറിയ വാക്യമാണ്. പുതിയ നിയമത്തിലെ വാക്യമാണ്. പഴയ നിയമത്തിൽ മാത്രമല്ലത്, പുതിയ നിയമത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്. പുതിയ നിയമം സ്നേഹത്തിൻ്റെ വചനത്തിൽ പരിശുദ്ധാത്മാവ് ചേർത്ത് എഴുതിയിരിക്കുന്നു. അവസരം കിട്ടി, അനുദവിച്ചു, മാനസാന്തരപ്പെട്ടു, പാവം ഉപേക്ഷിച്ചു, പിന്നെ തിരികെ എടുത്താൽ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. പിന്നെ പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും എന്നും കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കും എന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. സൂക്ഷിക്കുക. ഇന്ന് നമുക്ക് ആത്മീയ ജീവിതം ഒരു കളി പോലെയാണ്. പാവയേറ്റ് പറയുന്നു, തീരുമാനിക്കുന്നു, പിന്നെ വീണ്ടും പാപത്തിലേക്ക് മുഴുകുന്നു. ഇന്ന് ഒരു രസമാണ്. ആരാണ് ചോദിക്കാനുള്ളത്? ആരെ ഭയപ്പെടണം? അല്ല, ആരെങ്കിലും നിയന്ത്രിക്കാനുണ്ടോ? ആര് നിയന്ത്രിക്കാൻ? ആരുമില്ല. കുരുടനെ വഴി കാണിക്കുന്നു പറഞ്ഞതുപോലെ ഇന്ന് എല്ലാവരും അന്ധകാരത്തിലാണ്. കുരുടനെ വഴി കാട്ടുന്നു. നിങ്ങൾ ഈ വഴിക്ക് പോകൂ എന്ന് പറഞ്ഞ് വഴി നടത്തുന്ന ആളും കുരുടനാണ്. എന്തു ചെയ്യും? രണ്ടുപേരും കുഴിയിൽ വീഴും. കുരുടനെ വഴി കാണിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് ഉപദേശിക്കുന്നവരും ഉപദേശിക്കപ്പെടുന്നവരും ഒരുപോലെ അന്ധതയിലാണ്. ഉപദേശിക്കുന്നവർ വേദപുസ്തക വാക്യങ്ങളൊക്കെ വെച്ച് ഉപദേശിക്കും, പക്ഷേ അവരുടെ ജീവിതത്തിൽ വിശുദ്ധിയില്ല. ആരെയും ഒന്നും നൊമ്പരപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല. ജീവിതത്തിൽ വിശുദ്ധിയില്ലാതെ, ജീവിതത്തിൽ കാതലായ തീരുമാനമില്ലാതെ, വ്യക്തമായ പ്രതിഷ്ഠയില്ലാതെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് സൂക്ഷിച്ചു വേണം. അപകടകരമാണ്. ദൈവത്തിന് സ്തോത്രം. ഉപദേശിക്കുന്നവനും ഉപദേശിക്കപ്പെടുന്നവനും ഒരുപോലെ കുഴിയിലേക്ക് പോകുന്നു. അന്ധകാരത്തിൻ്റെ പടുകുഴിയിലേക്ക് താണു പോകുന്നു. എരിഹോ പട്ടണം ശപിക്കപ്പെട്ട പട്ടണമാണ്. അത് നശിപ്പിക്കാനാണ് ദൈവം പറഞ്ഞത്. അത് വീണ്ടും പണിയുന്നത് അപകടകരമാണ്. വീണ്ടും പണിയരുത്. നശിപ്പിച്ചതാണ്, പക്ഷെ വീണ്ടും പണിയരുത്. ദൈവത്തിൻ്റെ കൃപയാൽ ആ പട്ടണം നശിപ്പിച്ചതാണ്. അവിടെ മുഴുവൻ വഷളത്വമായിരുന്നു, അവിടെ മുഴുവൻ തിന്മയായിരുന്നു. ആ ദേശത്തിൻ്റെ പാതകം കൊണ്ട് ആ ദേശം നശിപ്പിക്കാനിടയായി. ദേശത്തിൻ്റെ പാതകത്തിന് കാരണം എന്താണ്?
ദേശത്തിന് ശാപം വരാൻ കാരണം എന്താണ്? അതിന് കാരണം അവിടുത്തെ ജനങ്ങളുടെ പാപമാണ്. ഉൽപ്പത്തി പുസ്തകം 18-20 വാക്യം വായിക്കുമ്പോൾ കാണാം. ഉൽപ്പത്തി പുസ്തകം 18-20 വാക്യം, ദേശത്തെ ജനത്തിൻ്റെ പാപം കൊണ്ട് ദേശത്തിന് ശാപം വരുന്നു, ദേശത്തിന് ദോഷം വരുന്നു. ഉൽപ്പത്തി പുസ്തകം 18-20 വാക്യം വായിക്കാം. പിന്നെ യഹോവ സോദോമിന്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. സോദോമിൻ്റെയും ഗൊമോറയുടെയും നിലവിളി വലിയത്. ദേശം നിലവിളിക്കുകയാണ്. സോദോവും ഗൊമോറയും നിലവിളിക്കുന്നു. കാരണം എന്താണ്? അവരുടെ പാപം, ആ ദേശത്തിലെ ജനങ്ങളുടെ പാപം അതികഠിനമാകുന്നു. ജനത്തിൻ്റെ പാപം കഠിനമായതുകൊണ്ട് ആ ദേശം നിലവിളിക്കുകയാണ്, ദേശത്തിന് നാശം വരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഒരാളുടെ പാപം മൂലം നിങ്ങളുടെ കുടുംബത്തിന് നാശം വരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അങ്ങനെ നിൻ്റെ ഒരാളുടെ പാപം മൂലം നിൻ്റെ സ്ഥാപനത്തിൽ ദോഷം വരുന്നേ അറിയാമോ? നിൻ്റെ ഒരാളുടെ പാപം മൂലം നിൻ്റെ ഭവനത്തിൽ ദോഷം വരുന്ന നിനക്കറിയാമോ? നിൻ്റെ ഒരാളുടെ പാപം മൂലം നിൻ്റെ ഭവനത്തിൻ്റെ കെട്ടുപണിക്ക് പോലും ദോഷം വരുന്നേ അറിയുന്നുണ്ടോ? ദേശത്തെ ജനത്തിൻ്റെ പാപം മൂലം ദേശം നിലവിളിക്കുന്നു. സോദോമിൻ്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. ഹബക്കൂക്കിൻ്റെ പ്രവചനം 2-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, മനുഷ്യൻ ഒരു വീട്ടിൽ പാപം ചെയ്യുന്നത് മൂലം ആ വീടിൻ്റെ റൂഫ്, അതിൻ്റെ മേൽപ്പുര നിലവിളിക്കുന്നുവെന്ന്, അതിൻ്റെ മോന്തായം കരയുന്നു, അതിൻ്റെ ഉത്തരങ്ങൾ കരയുന്നു, അതിൻ്റെ കഴുക്കോല് കരയുന്നു, അതിൻ്റെ ചുവരിലെ കല്ലുകൾ കരയുന്നു. എന്താണ് ഈ പറയുന്നത്? വായിക്കാം. ഹബക്കൂക്ക് 2:11. ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ. മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുന്നുവല്ലോ. മരപ്പണിയിൽ തുലാം ഉത്തരം പറയുന്നു, ചുവരിലെ കല്ല് നിലവിളിക്കുന്നു. ആ മുറിയിൽ ചില വൃത്തികേടുകൾ നടക്കുന്നു, ആ മുറിയിൽ വെച്ച് മ്ലേച്ഛതകൾ നടക്കുന്നു. ആരും അറിഞ്ഞില്ല, വേറെ ആരും അറിഞ്ഞില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം അറിഞ്ഞു. ആ മരപ്പണി എല്ലാം കാണുന്നു, മുകളിലെ മേൽപ്പുരയെല്ലാം കാണുന്നു, ആ ചുവരിലെ കല്ലുകളെല്ലാം കാണുന്നു, കരയുന്നു. കല്ലുകൾ കരയുന്നു. ഒന്നുകൂടി വായിച്ച് കേൾക്കാം. ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും ഭിത്തിയിൽ നിന്ന് ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ. ഇന്നത്തെ ഈ കല്ലുകളും ഇന്നത്തെ മരപ്പണിയും മൂകസാക്ഷികളാണ്. എല്ലാം മൂകസാക്ഷികൾ, മിണ്ടാൻ വയ്യാത്ത സാക്ഷികൾ. ഒരു ദിവസം എല്ലാം വെളിപ്പെട്ടു വരും. ദൈവത്തിന് സ്തോത്രം. ഹോശേയ പ്രവാചന പുസ്തകം 4-ാം അധ്യായം 4-3. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു, അതിലെ സകല നിവാസികളും, വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവകളും ക്ഷീണിച്ചു പോകുന്നു. വയലിലെ മൃഗങ്ങൾ ക്ഷീണിച്ചു പോകുന്നു, മാത്രമല്ല ആകാശത്തിലെ പറവുകൾ ക്ഷീണിച്ചു പോകുന്നു. അത് ദേശം ദുഃഖിക്കുന്നു, ദേശം കരയുന്നു. എന്താണ് കാരണം? 1-ാം വാക്യം മുതൽ, 4-1 മുതൽ. ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. ദേശത്ത് സത്യവുമില്ല, ദയവുമില്ല, ദൈവ പരിജ്ഞാനവുമില്ല. അവർ ആണയിടുന്നു, ഭോഷ്ക് പറയുന്നു, കൊല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, ഉള്ള കവർച്ച, വീട് മുറിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു, കൊലപാതകത്തോട് കൊലപാതകം കൂട്ടുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. ദേശം ദുഃഖിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദേശം ദുഃഖിക്കാൻ കാരണം ദേശത്തിലെ മനുഷ്യരുടെ പാപമാണ്. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. അതിലെ സകല നിവാസികളും, അതിലെ ദേശത്തിലെ സകല നിവാസികളും കരയുന്നു. വയലിലെ മൃഗങ്ങളും, വയലിലെ മൃഗങ്ങൾ ക്ഷീണിച്ചു പോകുന്നു. ആകാശത്തിലെ പറവകളും ക്ഷീണിച്ചു പോകുന്നു. ആകാശത്തിലെ പറവകൾക്കും കേടുവരുന്നു, ക്ഷീണം വരുന്നു. സഹോദരങ്ങളെ, നാം അറിയുന്നുണ്ടോ? അനേകം നാശങ്ങളും നഷ്ടങ്ങളും ഒഴിവാക്കാവുന്നവയാണ്. അനേകം കഷ്ടനഷ്ടങ്ങൾ ഒഴിവാക്കാവുന്നവയാണ്. അനേകം ആക്സിഡൻസ് ഒഴിവാക്കാവുന്നവയാണ്. അനേകം അനർത്ഥങ്ങൾ ഒഴിവാക്കാവുന്നവയാണ്. എങ്ങനെ? പാപം കൂടാതെ നിന്നാൽ ദൈവത്തിന് കൃപ വരും, ദൈവത്തിന് കരുണ വരും, ദൈവത്തിന് സംരക്ഷണം തരും. ദൈവം സംരക്ഷണത്തിൻ്റെ ഭിത്തി കെട്ടും, തിരുരക്തത്തിൻ്റെ വലയത്തിനുള്ളിൽ നമ്മെ നിർത്തും. ദൈവം അഗ്നി കോട്ടയ്ക്കുള്ളിൽ നമ്മളെ സംരക്ഷിക്കും, പരിശുദ്ധാത്മാവിൻ്റെ മറയിൽ നമ്മെ സൂക്ഷിക്കും. നമുക്ക് ദൈവം പരിപാലനം തരും, ദൈവം നമുക്ക് സംരക്ഷണം തരും, നമുക്ക് സേഫ്റ്റി സോൺ ദൈവം നിർമ്മിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. വീണ്ടും വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം 38-ാം വാക്യം വായിക്കാം. ഇയ്യോബ് 31:38. എന്റെ നിലം എന്റെ നേരെ നിലവിളിക്കുകയോ. നിലം നിലവിളിക്കുന്നു. എന്താണ് നിലവിളിക്കാൻ കാരണം? പാടത്തെ കണ്ടത്തിലെ നിലം നിലവിളിക്കുന്നു. എന്തിന് നിലവിളിക്കുന്നു? ആ കണ്ടത്തിൽ അനീതി നടന്നിട്ടുണ്ട്, അതിൻ്റെ വരമ്പിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, അന്യായം ചെയ്തിട്ടുണ്ട്. ഇന്ന് ആരും ഇതൊന്നും കണക്കാക്കുന്നില്ല. അല്പം സ്ഥലം അത് കിളച്ചെടുത്തപ്പോൾ കുറച്ച് സ്ഥലം എടുത്തു, അതിൽ പിന്നെ തെറ്റ് ആരും അറിയുന്നില്ല. പാവപ്പെട്ടവൻ്റെ വരുമ്പോൾ അല്പം കിളച്ചെടുത്താൽ ആരറിയാനാണ്? തിരുമുഷ്കും തൻ്റെ ഇടമുള്ളതുകൊണ്ട്, കയ്യൊക്കും കൈകാര്യ കർത്തൃത്വം ഉള്ളതുകൊണ്ട് ചെയ്തു.
പക്ഷേ ഓർക്കണം, ഒന്നുകൂടി വായിക്കൂ. എൻ്റെ നിലം എൻ്റെ നിലം എൻ്റെ നേരെ നിലവിളിക്കുകയോ എൻ്റെ നേരെ നിലവിളിക്കും. പിന്നെ അതിൻ്റെ ഉഴച്ചാലുകൾ ഒന്നിച്ച് കരയുകയോ ചെയ്തുവെങ്കിൽ ഉഴച്ചാലുകൾ കരയുന്നു. ഉഴച്ചാലുകൾ. ഇന്ന് കുട്ടികൾക്ക് ഈ ഉഴച്ചാലെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഉഴച്ചാല്, ഉഴവുചാല്. കാളയെ പൂട്ടി അല്ലെങ്കിൽ പോത്തിനെ പൂട്ടി ഒഴുകുമ്പോൾ ചാലുണ്ടാകും. ഭൂമി വിണ്ട് കയറി ഇങ്ങനെ പോകും. ആ ഉഴച്ചാല് കരയുന്നു. എന്തുകൊണ്ട് കരയുന്നു? ആ കണ്ടത്തിൽ അനർത്ഥം നടന്നിരിക്കുന്നു, അവിടെ അനീതി നടന്നിരിക്കുന്നു, അതിൽ വ്യാജം നടന്നിരിക്കുന്നു, അതിൽ സൂത്രം നടന്നിരിക്കുന്നു, അതിൻ്റെ ഉടമസ്ഥാവകാശം തട്ടിയെടുത്തതാണ്, അത് വഞ്ചിച്ചെടുത്തതാണ്, ആ സ്വത്ത് കവർന്നെടുത്തതാണ്, അന്യായമായി സമ്പാദിച്ച പണം കൊണ്ട് നേടിയെടുത്തതാണ്. പ്രിയപ്പെട്ടവരെ, അന്യായമായി സമ്പാദിച്ച പണം കൊണ്ടാണ് ആ ഭൂമി മേടിച്ചത്. സൂക്ഷിച്ചുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. വീണ്ടും വായിക്കാം. ലേവ്യ പുസ്തകം 18-ാം അധ്യായം 25-ാം വാക്യം. ലേവ്യ പുസ്തകം 18-ാം അധ്യായം 25-ാം വാക്യം. യിരെമ്യാവിന്റെ പ്രവചനം 4-ാം അധ്യായം 27-ാം വാക്യം. ദേശവും അശുദ്ധമായി തീർന്നു, ദേശവും അശുദ്ധമായി തീർന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകൃത്യം അതിന്മേൽ സന്ദർശിക്കുന്നു. ഞാൻ അതിൻ്റെ അകൃത്യം അതിന്മേൽ സന്ദർശിക്കും. ലേവ്യ പുസ്തകം 18-ന്റെ 25-ആണ് വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. ദേശവും അശുദ്ധമായി തീർന്നു, അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകൃത്യം അതിന്മേൽ സന്ദർശിക്കുന്നു. ദേശം തൻ്റെ നിവാസികളെ ഛർദ്ദിച്ചു കളയുന്നു. ദേശം തൻ്റെ നിവാസികളെ ഛർദ്ദിച്ചു കളയുന്നു. ദേശത്തിൽ നാശം വരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഇതുപോലെ ചിന്തിക്കാറുണ്ടോ? പാപത്തിന് തിരിച്ചടി ഉണ്ടെന്ന് വല്ലവരും ഓർക്കാറുണ്ടോ? ഇന്ന് വ്യാജവും കളവും സൂത്രവും കൗശലവും ഉപായവും പ്രയോഗിച്ച് കള്ളത്തരവും കൊള്ളലാഭവും എടുത്ത് ഇന്ന് അഴിമതിയും കൈക്കൂലിയും ചെയ്ത് ഇങ്ങനെ സമ്പാദിച്ച് കൂട്ടുന്നവരെല്ലാം ചിന്തിക്കുന്നുണ്ടോ? എന്നാൽ ഇതാ തിരിച്ചടികൾ വരാൻ പോകുന്നു. ഒരുപക്ഷേ നിൻ്റെ കാലത്തായിരിക്കാം, അല്ലെങ്കിൽ നിൻ്റെ മക്കളുടെ കാലത്തായിരിക്കാം, അല്ലെങ്കിൽ മക്കളുടെ കാലത്തായിരിക്കാം. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുമെന്ന് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. ദൈവത്തിന് സ്തോത്രം. ഒന്നും മാഞ്ഞു പോകുന്നില്ല. സൂക്ഷിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരു ഭാഗം കൂടി വായിക്കാം. യിരെമ്യാ പ്രവചനം 4-ാം അധ്യായം 27-ാം വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദേശമൊക്കെയും ശൂന്യമാകും, എങ്കിലും ഞാൻ മുഴുവനായി മുടിച്ചു കളയുകയില്ല. ഇത് നിമിത്തം ഭൂമി വിലപിക്കും, ദേശത്തിലെ പാവം നിമിത്തം ഭൂമി വിലപിക്കും. മീതെ ആകാശം കറുത്തുപോകും. ദൈവത്തിന് സ്തോത്രം. എല്ലാം കേടുവരും, എല്ലാം അനർത്ഥം വരും, എല്ലാം നാശം വരും. ദേശം ദുഃഖിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എരിഹോ പട്ടണത്തിൽ അകൃത്യം പെരുകിപ്പോയി. ദേശം ശൂന്യമാക്കാൻ ദൈവം തീരുമാനിച്ചു. ദേശത്തെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ദൈവത്തിന് ഇനി ആ ദേശം ആരും പണിയാൻ നോക്കരുത്. നശിപ്പിച്ച് കളഞ്ഞത്, ശാപഗ്രസ്തമായത് ഇനിയും പുതുക്കി പണിയാൻ തുടങ്ങരുത്. ശാപവസ്തു തിരികെടുക്കരുത്. ശാപവസ്തു വീണ്ടും നാം സ്വന്തമാക്കരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നാം വായിക്കുന്നത് എന്താണ്? നാം പഠിച്ചത് എന്താണ്? പാപം മൂലം വലിയ നഷ്ടങ്ങൾ വരും, പാപം മൂലം വലിയ നാശങ്ങൾ വരും. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നമുക്ക് ചില വാക്യങ്ങളോട് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 42-ാം വാക്യം. ദഹിപ്പിക്കുന്ന അഗ്നി. മത്തായി 13:42. അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ട് കളയും. തീച്ചൂള, ഫർണസ് ഓഫ് ഫയർ. തീച്ചൂളയിലിട്ട് കളയും. ഇംഗ്ലീഷ് ബൈബിളിൽ ഫർണസ് ഓഫ് ഫയർ എന്നാണ്. തീച്ചൂളയിലിട്ട് കളയും. തീച്ചൂള. അങ്ങനൊരു അനുഭവമുണ്ട്, അങ്ങനൊരു വസ്തുവുണ്ട്, അങ്ങനെയൊരു സ്ഥലമുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം വിചാരിക്കും ഇതെല്ലാം വെറും ഭാവനയാണെന്ന്, ഇതെല്ലാം വല്ല ആലങ്കാരിക ഭാഷയിലാണെന്ന്. അങ്ങനൊരു സ്ഥലമുണ്ട്, ഒരു തീച്ചൂളയുണ്ട്. പാപത്തിന് ശിക്ഷയായി ഒരു തീച്ചൂളയുണ്ട്. തീച്ചൂളയിലിട്ട് കളയും. വീണ്ടും വായിക്കാം. മത്തായി 25-ാം അധ്യായം 41-ാം വാക്യം, 46-ാം വാക്യം. 25-41-46. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. ആ തീച്ചൂള നിത്യാഗ്നിയാണ്, ഒരിക്കലും കെടുകയില്ല. നിത്യാഗ്നിയാണ്. ഇറ്റേണൽ ഫയർ. നിത്യാഗ്നിയാണ്. ഫർണസ് ഓഫ് ഫയർ, ഇറ്റേണൽ ഫയർ. അത് തീച്ചൂളയാണ്, അത് നിത്യാഗ്നിയാണ്. അധർമ്മം പ്രവർത്തിക്കുന്നത് അത് ഇടത്തുള്ളവരോട് അവനരുളി ചെയ്യും. വലത്തും ഇടത്തുമായി 2 കൂട്ടമായി ജനം തിരിയും. അന്ന് തേജസ്സിൻ്റെ സിംഹാസനത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇരിക്കും.
ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ അവരെ ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തുന്നത് പോലെ അന്ന് ജനത്തെ രണ്ട് ചേരിയായി നിർത്തും. ആ തേജസ്സിൻ്റെ സിംഹാസനത്തിൻ്റെ ന്യായവിധിയിൽ അതിൻ്റെ പ്രാവചനികമായ വിശാലമായ അർത്ഥത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ ന്യായവിധിയിൽ രണ്ട് ചേരിയായി മാറും. ഇടത്തുള്ളവരോട് അവൻ അരുളി ചെയ്യും. എന്താണ് പറഞ്ഞത്? അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടുപോകുവീൻ. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. നിത്യാഗ്നി കുറച്ചു കാലത്തേക്കല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ചിലരൊക്കെ ചിന്തിക്കും ഇതെല്ലാം ചില ഭാവനയായിരിക്കുമോ, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം അങ്ങനെ അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കണോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സ്വീകരിച്ചാൽ നല്ലത്. ഞാൻ വിശ്വസിക്കുന്നു, 100% വിശ്വസിക്കുന്നു. ഞാൻ ഭയപ്പെടുന്നു. ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നു. കർത്താവെ, മനസ്സറിഞ്ഞൊരു പാവം വരില്ലേ എന്ന് ആശിക്കുന്നു. മനസ്സറിഞ്ഞൊരു പാവം വരില്ലേ. ഒരു വിശുദ്ധ ജീവിതം എനിക്ക് തരണമേ. ഒരു പൂർണ്ണ വിശുദ്ധ ജീവിതം എനിക്ക് തരണമേ. നിത്യാഗ്നിയിലേക്ക് എന്നെ പറഞ്ഞയക്കരുതേ. ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ എളിമയോടെ കുരിശിൻ ചുവട്ടിൽ വീഴുന്നു. ഞാൻ കുരിശിലെ രക്ഷയിൽ ആശ്രയിക്കുന്നു. കുരിശിൽ തൊരിഞ്ഞ തിരുരക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. ആ തിരുരക്തം മാത്രം എനിക്ക് തുണ. എനിക്ക് വേണ്ടി ചങ്ക് തുറന്നൊഴുകിയ തിരുരക്തത്തിൽ എനിക്ക് പാപക്ഷമയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, നിത്യാഗ്നി അത് തീച്ചോളയാണ്, നിത്യാഗ്നിയാണ്. വീണ്ടും വായിക്കാം, നമുക്ക് വായിക്കാം 46-ാം വാക്യം, മത്തായി 25:46. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. നിത്യദണ്ഡനമാണ്, ഇറ്റേണൽ ടോർച്ചറാണ്. അത് തീച്ചൂളയാണ്, അത് നിത്യ അഗ്നിയാണ്, അത് നിത്യദണ്ഡനമാണ്, ഇറ്റേണൽ ടോർച്ചർ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് വായിക്കാം, അത് തീ പൊയ്യുകയാണ്. വെളിപ്പാട് പുസ്തകം 19:20. വെളിപ്പാട് 19:20. തീ പൊയ്യുകയാണ്, ലേക്ക് ഓഫ് ഫയർ. മൃഗത്തെയും അതിൻ്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിൻ്റെ മുദ്രയേൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക, തീയാണ്, ഗന്ധകം കത്തി ഉരുകുന്നു. ഗന്ധകം കത്തുന്ന തീപ്പൊയ്യിലേക്ക് ജീവനോടെ ഇട്ട് കളയും. ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക, പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്ക, ലേക്ക് ഓഫ് ഫയർ. 1 ഫർണസ് ഓഫ് ഫയർ, 2 ഇറ്റേണൽ ഫയർ, 3 ഇറ്റേണൽ ടോർച്ചർ, 4 ലേക്ക് ഓഫ് ഫയർ. വീണ്ടും തിരുവചനം പറയുന്നു, മത്തായി 3:12. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. സഹോദരങ്ങളെ, നിങ്ങളെ ഭയപ്പെടുത്താൻ പറഞ്ഞതല്ല. എന്നാൽ ഇന്ന് വേണമെങ്കിൽ ഈ നിത്യാഗ്നി ഒഴിവാക്കാം. ഇന്ന് വേണമെങ്കിൽ ഈ കഠോരമായ ശിക്ഷ ഒഴിവാക്കാം. ഒന്നും ചെയ്യണ്ട. ഈ ശിക്ഷയെല്ലാം നമുക്ക് പകരം ഒരാൾ ഏറ്റുകഴിഞ്ഞു. ഞാൻ ഏൽക്കേണ്ട ശിക്ഷയെല്ലാം എനിക്ക് പകരം കർത്താവായ യേശു ക്രിസ്തു 2000-ലേറെ വർഷം മുൻപ് ഗോകുൽത്തായിലെ കുരിശിൽ ഏറ്റുകഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഒന്നുപോയ പാവങ്ങൾക്കുള്ള ശിക്ഷ യേശു ഏറ്റ് എനിക്ക് മോചനം തന്നു കഴിഞ്ഞു. ഇത് വിശ്വസിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ അനുതാപം നിറയും. അയ്യോ, എൻ്റെ നല്ല കാലങ്ങൾ നഷ്ടപ്പെടുത്തിയല്ലോ, ഒട്ടേറെ കാലങ്ങൾ പാഴാക്കിയല്ലോ, ബോധമില്ലാത്തതിനെ പോലെ ഞാൻ ജീവിച്ചല്ലോ, പാപത്തിൻ്റെ വെറുമയിലും ശൂന്യതയിലും ഞാൻ എൻ്റെ കാലം പോക്കിയല്ലോ. എൻ്റെ കർത്താവെ, പിശാചിന് ഇടം കൊടുത്തു പോയല്ലോ. അനേകം തെറ്റുകൾ എനിക്ക് വന്നു പോയല്ലോ. എൻ്റെ ദൈവമേ, ദുശ്ശീലങ്ങളിൽ ഞാൻ അടിമപ്പെട്ടു പോയല്ലോ. ഞാൻ കോപഭ്രാന്തിന് അടിമപ്പെട്ടു പോയല്ലോ, കാമഭ്രാന്തിന് അടിമപ്പെട്ടു പോയല്ലോ, മതഭ്രാന്തിന് അടിമപ്പെട്ടു പോയല്ലോ, കക്ഷിഭ്രാന്തിന് അടിമപ്പെട്ടു പോയല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഭ്രാന്ത് പിടിച്ച അനേകം കാര്യങ്ങൾ വന്നു പോയല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, നീ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ പാവങ്ങളെല്ലാം നീ പൊറുക്കണമേ. പ്രിയപ്പെട്ടവരെ, ഭ്രാന്ത് പിടിച്ചതുപോലെ പാപത്തിൽ ഓടിയവരുണ്ട്, പാപത്തിൽ മുഴിയവരുണ്ട്, തിന്മയിൽ ജീവിച്ചവരുണ്ട്. വേണമെങ്കിൽ രക്ഷപ്പെടാം. ഇപ്പോൾ സുപ്രസാദകാലമാണ്. ഇപ്പോൾ പെട്ടകം തുറന്നു വച്ചിരിക്കുന്ന സമയമാണ്. ഏത് പാപിക്കും അകത്തേക്ക് വരാം. അവൻ്റെ തിരുവിലാവ് തുറന്നിരിക്കുന്നു, കൃപാസനം ഒരുക്കിയിരിക്കുന്നു. ഇന്ന് കൃപാസനത്തിൽ ഇരുന്നു കൊണ്ട് അവൻ കൃപയോടെ നമ്മെ വിളിക്കുന്നു. എന്നാൽ അവൻ കൃപാസനത്തിൽ നിന്ന് മാറി ന്യായാസനത്തിലേക്ക് മാറുന്നൊരു ദിവസം വരും.
കൃപാസനത്തിൽ ഇരിക്കുന്നവൻ ന്യായാസനത്തിലേക്ക് മാറുന്ന എപ്പോഴൊന്നും അറിയുന്നില്ല. വേഗം വന്ന് നിങ്ങൾ കൃപാസനത്തിൻ്റെ അരികിൽ വന്ന് നിങ്ങൾ കൃപയ്ക്കായി യാചിപ്പീൻ. കർത്താവേ, എനിക്ക് ന്യായം പറയാനൊന്നുമില്ല, അവകാശം പറയാൻ ന്യായമില്ല. എൻ്റെ പാവം എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ അകൃത്യം എന്നോട് പൊറുക്കണമേ. മേലിൽ പാവമില്ലാത്ത ഒരു ജീവിതം ഞാൻ നയിച്ചുകൊണ്ട് നാഥ, എനിക്ക് നീ തരുന്ന ആയുഷ്കാലം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കും. നിങ്ങൾക്ക് ദൈവത്തോട് വാക്ക് പറയാം. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നിങ്ങൾക്ക് വ്യക്തമായി തീരുമാനമെടുക്കാം. ആരും മാറി നിൽക്കരുത്, ആരും സംശയിച്ച് നിൽക്കരുത്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ വിളിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ക്ഷണിക്കുകയാണ്. നല്ല കാലങ്ങൾ തരാമെന്ന് പറയുന്നു. നഷ്ടപ്പെട്ടു പോയ കാലങ്ങൾക്ക് പകരം ശ്രേഷ്ഠമായ നല്ല കാലങ്ങൾ തരാമെന്ന് പറയുന്നു. യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഓടി വരിക. മകനെ ഓടി വരിക, മകളെ ഓടി വരിക, സ്നേഹിത ഓടി വരിക. യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് ഓടി വരിക, കൃപാസനത്തിലേക്ക് ഓടി വരിക. വിശ്വാസത്തിന് നായകനെ പൂർത്തി വരുന്നതിനായി യേശുവിനെ നോക്കുക. യേശുവിൻ്റെ പാദപീഠത്തിൽ വന്ന് അഭയം പ്രാപിക്കുക. കുരിശിൻ്റെ പാദം കെട്ടിപ്പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ തൃപ്പാദം ചുംബിച്ചുകൊണ്ട് യേശുവിനോട് പറയുവീൻ, യേശുവേ, ഇനിമേൽ ഞാൻ പാപം ചെയ്യുകയില്ല. ഇനിമേലൊരു പാവവും എൻ്റെ ജീവിതത്തിൽ വരികയില്ല. അറിഞ്ഞുകൊണ്ടൊരു പാവം വരികയില്ല. നാഥ, ഇന്നു മുതൽ ഞാനൊരു വിശുദ്ധനായി ജീവിക്കും. യേശുവെ, ഇന്നു മുതൽ ഞാൻ വിശുദ്ധിയുള്ളവളായി ജീവിക്കും. യേശുവെ, ഇന്നു മുതൽ ഞാൻ ശുദ്ധിമതിയായി ജീവിക്കും. എൻ്റെ യേശുവെ, ഇന്നു മുതൽ ഞാനൊരു വിശുദ്ധനായി ജീവിക്കും. വിശുദ്ധ ജീവിതം ഇന്നു മുതൽ ഞാൻ നയിക്കും. ദൈവത്തോട് വാക്ക് പറയുവീൻ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവീൻ. കർത്താവിൻ്റെ തിരുരക്തത്തിൽ ശരണപ്പെടുവീൻ. പരിശുദ്ധാത്മാൻ നൽവരത്തിൽ ആശ്രയിപ്പീൻ. കൃപയുടെ ദാതാവിനെ വിളിച്ച് അപേക്ഷിപ്പീൻ. യാചിപ്പീൻ, സമർപ്പിക്കുവീൻ, പ്രാർത്ഥിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പാപക്ഷമയുടെ സൗഖ്യവും സമാധാനവും എല്ലാവർക്കും നൽകണമേ. പാപമോചനത്തിൻ്റെ സൗഭാഗ്യം എല്ലാവർക്കും നൽകണമേ. നാഥ, നിൻ്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, രോഗികളെ സൗഖ്യമാക്കണമേ. മനോഭാരത്തിലും ദുഃഖത്തിലിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. എൻ്റെ കർത്താവേ, സ്വസ്ഥതയില്ലാതെ അഴിലുന്നവർക്ക് ശാന്തിയും സ്വസ്ഥതയുമുള്ള ജീവിതം നൽകണമേ. എല്ലാവരെയും നിത്യജീവന് വേണ്ടി ഒരുക്കണമേ. കരുണയുള്ള കർത്താവേ, ഇതിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും രൂപാന്തരപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ.